ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നെല്ലിക്ക ഉപ്പിലിടുന്ന രീതിയാണ് കാണിക്കുന്നത്. അതിൽ കുറച്ച് ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്. മുമ്പൊക്കെ നമ്മൾ ഉപ്പിലിടുന്നത് പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നെല്ലിക്ക, മാങ്ങ ഇതുപോലുള്ളതൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അത് ഏതാണ്ട് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ അതിലോട്ട് പൂപ്പലൊക്കെ അടിച്ചിരിക്കും എന്നത് കാണാം. അത് വളരെ നമ്മൾ പിന്നെ അത് കഴിക്കാനും വലിയ പാടായിരിക്കും. എന്നാൽ ഇന്ന് ഞാൻ ഉപ്പിലിടുന്ന രീതിയാണെങ്കിൽ പൂപ്പലൊന്നും അടിക്കാതെ ഒരു മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കുന്ന രീതിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം. നമ്മുടെ ഉപ്പിലിട്ടതല്ലേ ഇത്, അപ്പോൾ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് ഉപ്പ് കൂടുതലിടുക. വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് വിനാഗിരിയാണ്. അത് ഒരു 4-5 ടേബിൾ സ്പൂൺ. ഞാനിവിടെ ഒരു ചെറിയ ബൗളിലത്തേക്കുള്ള വെള്ളമാണ് തിളയ്ക്കാൻ വെച്ചത്. കൂടുതൽ വെള്ളം വെക്കുകയാണെങ്കിൽ കൂടുതൽ വിനാഗിരി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പിലിടാൻ ഞാനിവിടെ കുറച്ച് നെല്ലിക്ക, ഒരു ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്. ഇനി നെല്ലിക്ക നമുക്ക് നടുകൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. 3-4 സ്ഥലങ്ങളിൽ വരഞ്ഞു കൊടുക്കാം. അതുപോലെ ക്യാരറ്റ് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. പച്ചമുളക് ഞാൻ ചെറുതായിട്ട് നീളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് ചേർത്തതിന് ശേഷം ഞാൻ അതിൽ നിന്ന് പകുതി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 നെല്ലിക്കയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 5ഓളം നെല്ലിക്ക അതിൻ്റെ മീതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ക്യാരറ്റും നെല്ലിക്കയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം അത് ഒരു തൊട്ടാൽ ചൂടുണ്ടാകുന്ന പാകത്തിന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏതാണ്ട് തണുത്തിട്ടുണ്ട്. അത് ഈ ബൗളിലത്തേക്ക് കറക്റ്റായിട്ടുള്ള വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുണ്ട്. ഇത്രയുള്ള ഈ ബൗളിനും ഇത്ര സാധനത്തിന് ഞാൻ 5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഉപ്പൊക്കെ ഇതിൽ കറക്റ്റായിട്ട് നിൽക്കുകയാണ് ചെയ്യണത്. ഇതിന് നമുക്കിനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് മുകളിൽ വരത്തക്ക രീതിയിലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇത് എന്തായാലും വെള്ളം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വേണം തയ്യാറാക്കാൻ വേണ്ടി. ഇത് ഇനി 2 ദിവസം കഴിയുമ്പോൾ ഇതിന് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഉപ്പിലിട്ടത് കിട്ടുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഉപ്പിലിടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറേ നാളുകളായാലും പൂപ്പലൊന്നും അടിക്കാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല. പുറത്ത് തന്നെ വെച്ചിരിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓണാക്കുക. തുടർന്നിരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.